പ്രേക്ഷകരെല്ലാം അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 വരവിനായിട്ട് കാത്തിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ബിഗ് ബോസിന്റെ ഓരോരോ കാര്യങ്ങളും എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് സീസൺ 7 വരാൻ പോകുകയാണ്. അപ്പോൾ സീസൺ 7-ലെങ്കിലും പ്രേക്ഷകർ ആവർത്തിക്കരുതെന്ന് കരുതുന്ന ഒരു കാര്യമാണ്. അതായത് ഇതുവരെ നടന്ന സീസണുകളിൽ സീസൺ 1 തൊട്ട് സീസൺ 6 വരെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഡിസേർവ്ഡ് അല്ലാത്ത വിന്നർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അബദ്ധം പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വിന്നർ ആക്കുകയോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഡിസേർവ്ഡ് ആകാതെ എന്തോ ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ വിന്നർ ആയ ഒരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ സീസൺ 1 മുതൽ നമുക്ക് നോക്കാം. സീസൺ 1 മുതൽ സീസൺ 6 വരെയാണല്ലോ നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത്. അപ്പൊ സീസൺ 7-ൽ നമ്മൾ അത് ആവർത്തിക്കരുത്. അർഹതപ്പെട്ടവരെ നമ്മൾ വിൻ ചെയ്യിപ്പിക്കുക, മികച്ച രീതിയിൽ ഗെയിം തരുന്നവരെ, മികച്ച രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നവരെയും പുറത്ത് എങ്ങനെയാണോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് ഭയങ്കര ഫാൻ ബേസും സപ്പോർട്ടും ഒക്കെ ഉണ്ടെന്ന് കരുതി നമ്മൾ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെ സപ്പോർട്ട് കൊടുത്ത് അവരെ വെറുതെ ആ ഒരു സീസണിന്റെ വിന്നർ ആക്കാതിരിക്കുക. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ല രീതിയിലുള്ള പ്രകടനങ്ങളും പെർഫോമൻസുകളും നമ്മൾ പ്രേക്ഷകർക്ക് എന്റർടൈൻമെന്റ് തരാൻ സാധിക്കുന്നവരെ വിന്നാക്കി എടുക്കുക. അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ എല്ലാ തവണത്തെയും പോലെയും അല്ലെങ്കിൽ പല സീസണുകളിലും നടന്നതുപോലെയും നടക്കാതെ ഈ ഒരു സീസണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സീസൺ 1 മുതൽ നോക്കിക്കഴിഞ്ഞാൽ സീസൺ വരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസേർവ്ഡ് അല്ലാത്ത വിന്നർ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആകെ അതിനകത്ത് പറയാനുള്ള ഒരു ഡിസേർവ്ഡ് അല്ലാത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സീസൺ 1-ലെ വിന്നർ സാബുമനെ നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു ഡിസേർവ്ഡ് അല്ലാത്ത കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ആ രീതിയിലുള്ള ഗെയിം തന്നു തന്നെയാണ് പുള്ളി വിൻ ചെയ്തിരിക്കുന്നത്. സീസൺ 2-ൽ ഇല്ലായിരുന്നു. സീസൺ 3-ലേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും ആയിരുന്നു. മണിക്കുട്ടൻ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഗെയിമും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. ബട്ട് ആ ഒരു സീസണെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബിക്കോസ് ഒരു തട്ടിക്കൂട്ട് സീസൺ ആയിരുന്നു, തട്ടിക്കൂട്ട് വിന്നറും കൂടി ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സീസണെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് മാറ്റി നിർത്താം. സീസൺ 4-ലെ വിന്നർ ആയിട്ടുള്ള നമ്മുടെ ദിൽഷയെ പറ്റി സംസാരിച്ചു കഴിയുമ്പോൾ ആള് ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള ഗെയിമുകൾ തന്നിരുന്നു, മികച്ച രീതിയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു, മികച്ച രീതിയിൽ അതിനകത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സർവൈവ് ചെയ്തിരുന്നു. ഒരു വിന്നർ ആകാനുള്ള ഒരു വിന്നിങ് മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പ്രേക്ഷക സപ്പോർട്ട് മാത്രം കുറവുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ദിൽഷ. അപ്പൊ ദിൽഷ വിന്നായതെന്ന് പറയുന്നത് റോബിൻ രാധാകൃഷ്ണന്റെ പ്രേക്ഷകരുടെ വോട്ടുകൾ കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ മാസ് ഓഫ് ഓഡിയൻസിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് ആ ഒരു സീസണിൽ ദിൽഷ വിന്നായത്. അല്ലെന്നുണ്ടെങ്കിൽ ബ്ലസ്സിൽ ഈസി ആയിട്ട് ആ ഒരു സീസണിൽ വിന്നായേനെ. കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഓൾറെഡി പുറത്താക്കിയിരുന്നല്ലോ. അപ്പം ദിൽഷ കഴിഞ്ഞ് നമ്മൾ അഖിൽ മാരാർ എത്തി. അഖിൽ മാരാറുടെ ആ ഒരു സീസൺ പ്രേക്ഷകർ എഴുതി തള്ളിയെങ്കിലും നമുക്കൊരു മികച്ച സീസൺ ആയിട്ട് തോന്നിയില്ലെങ്കിൽ പോലും ആ ഒരു സീസണിലെ ഒരു മികച്ച വിന്നർ തന്നെയായിരുന്നു അഖിലിന്റെ വിന്നിങ്. നമുക്ക് ഒരിക്കലും ഒരു അൺഡിസേർവ്ഡ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസേർവ്ഡ് അല്ലാത്ത കണ്ടസ്റ്റന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് സീസൺ 6-ലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിന്നർ ആയിട്ടുള്ള ജിൻഡോയുടെ വിന്നിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറെ എന്താ പറയുന്നത് തീർത്തും ദുരന്തങ്ങളായിട്ടുള്ള കണ്ടസ്റ്റൻസിനിടയിൽ പ്രേക്ഷകർക്ക് തൽക്കാലം കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരാളെ അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടു. അതിനപ്പുറം ഒരു മികച്ച കണ്ടസ്റ്റന്റോ മികച്ച രീതിയിൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റോ ഒരു ബിഗ് ബോസ് വിന്നർ ആകാനുള്ള കാലിബറോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വിന്നർ ആകാനുള്ള ടാലന്റോ കാര്യങ്ങളോ ഉള്ളതായിട്ട് എനിക്ക് ആ ഒരു സീസൺ കണ്ടിട്ട് തോന്നിയില്ല. എല്ലാവരും കൂടെ കൂട്ടി അല്ലെങ്കിൽ പ്രേക്ഷകർ എല്ലാവരും കൂടി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഒന്നും കഴിവില്ലാത്തത് കൊണ്ടും അവരുടെ പെർഫോമൻസും കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തത് കൊണ്ടും വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജിൻഡോയെ വിന്നറാക്കി. അതിനപ്പുറം പ്രത്യേകിച്ചൊരു കാര്യങ്ങളൊന്നും ജിൻഡോയുടെ വിന്നിങ്ങിൽ നമുക്ക് പറയാനില്ല. അപ്പൊ എതിർ അഭിപ്രായങ്ങളുള്ളവരൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിച്ചോ കേട്ടോ. അപ്പൊ എന്റെ ഒരു വിലയിരുത്തലിൽ നമ്മുടെ സീസൺ 6 വിന്നർ ആയിട്ടുള്ള ജിൻഡോ, അതുപോലെ തന്നെ സീസൺ 4-ന്റെ വിന്നർ ആയിട്ടുള്ള ദിൽഷ, ഇവരെയാണ് ഞാൻ കൂടുതലും ഒരു ഡിസേർവ്ഡ് അല്ലാത്ത കാറ്റഗറിയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഒരു ഡിസേർവ്ഡ് അല്ലാത്ത ബിഗ് ബോസ് മലയാളം വിന്നർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ജിൻഡോയുടെ പേര് മാത്രമേ പറയത്തുള്ളൂ. പിന്നെ ഒരാളുടെ പേരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദിൽഷയുടെ പേരും കൂടെ പറയും. ബാക്കി നമുക്ക് സീസൺ 5-ന്റെ വിന്നർ ആണെന്നുണ്ടെങ്കിൽ സീസൺ 1-ന്റെ വിന്നർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്താം. അവരൊക്കെ വേൾഡ് ഡിസേർവ്ഡ് ആയിട്ട് ഗെയിം കളിച്ച് തന്നെ വിൻ ചെയ്ത ആൾക്കാരാണ്. എന്നാൽ സീസൺ 4-ന്റെ വിന്നർ ആയിട്ടുള്ള ദിൽഷ എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഫാൻസിന്റെ സപ്പോർട്ടിൽ മറ്റൊരാളുടെ ആ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയതുകൊണ്ട് അവര് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ പോലും ഡിസേർവ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിം ചെയ്തു, അത്യാവശ്യം ടാലന്റഡ് ആയിരുന്നു, സ്വന്തം കഴിവുകൾ കാണിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഡിസേർവ്ഡ് അല്ലാത്ത കണ്ടസ്റ്റന്റ് കാറ്റഗറിയിലേക്ക് എടുക്കുന്നില്ല. അത് നമുക്ക് സീസൺ 6-ന്റെ വിന്നർ ജിൻഡോയ്ക്ക് തന്നെ കൊടുക്കാം. കാരണം ഒട്ടും ഡിസേർവ്ഡ് അല്ലാത്ത അല്ലെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും ബിഗ് ബോസ് വിന്നർ ആകാനുള്ള കാര്യങ്ങളൊന്നും
ജിൻഡോ എന്ന കണ്ടസ്റ്റന്റ് അതിനകത്ത് കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡിസേർവ്ഡ് അല്ലാത്ത കണ്ടസ്റ്റന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോയുടെ പേരാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം ഒന്ന് പറയുക. സീസൺ 1 മുതൽ സീസൺ 6 വരെ എടുത്തു കഴിയുമ്പോൾ ആരാണ് ഏറ്റവും ഒരു ഡിസേർവ്ഡ് അല്ലാത്ത ഒരു വിന്നർ ആരാണെന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഇനി വരും സീസണുകളിൽ നിങ്ങൾ പ്രേക്ഷകരും ശ്രദ്ധിക്കുക, ഒരു ഡിസേർവ്ഡ് അല്ലാത്ത ഒരാൾ വിന്നാകാൻ അനുവദിക്കാതിരിക്കുക. നല്ല നല്ല ഗെയിം കളിക്കുന്നവരെയും നല്ല നല്ല ആൾക്കാരുകളെയും സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നവരെയും അവരവരായിട്ട് നിന്ന് ഫേക്ക്നെസ് കാണിക്കാതെ നിൽക്കുന്നവരെയൊക്കെ നമ്മൾ പ്രേക്ഷകർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. കാരണം നമ്മൾ പ്രേക്ഷകർ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കണം കാര്യങ്ങൾ. നമ്മളെ പറ്റിച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഫേക്ക് ആയിട്ട് നിന്ന് ബിഗ് ബോസിന്റെ താല്പര്യാർത്ഥം ആരെയും വിന്നാകാൻ സമ്മതിക്കാതിരിക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.